ഹായ് ഓൾ. നമ്മളിപ്പോൾ ഉള്ളത് ഇതേ അച്ചായൻ ഹോട്ടലിൻ്റെ മുന്നിലാണ്. ഇതേ സൂഫിയൊക്കെ അവിടെ ഫോൺ ചെയ്ത് നിൽക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വർഷത്തെ കമ്പനിയുടെ നോമ്പുതുറ പരിപാടിയാണ്. ഇതേ ലിജു ഒക്കെ അത് അവിടെ വന്നു തുടങ്ങി ഓൾറെഡി. നമ്മളിപ്പോൾ അത് കുറച്ച് മുന്നേ വന്നാണ്, ഈവനിങ് ആയി. ഇപ്പോൾ നമ്മളെ സ്റ്റാഫുകളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. നമ്മൾ കുറച്ച് നേരത്തെ വന്നായിരുന്നു അവരെ സെറ്റപ്പും പരിപാടികളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഓൾറെഡി സ്റ്റേജും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇത് അവരെ സെറ്റ് ചെയ്ത് വെച്ചതെല്ലാം ഓക്കെയാണ്. അപ്പം അതെ, വിവേകുണ്ട്, ടരന്ദീപ് ഉണ്ട്, അങ്ങനെ കുറച്ച് ടീമുകളൊക്കെ വന്നു. ഇനി ബാക്കിയുള്ള ആൾക്കാർ വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പം വന്ന ആൾക്കാരൊക്കെ ഇരുന്ന് ഏകദേശം സെറ്റായി. പിന്നെ ഒരു ബുഫേ പരിപാടിയാണ്. അപ്പോൾ പിന്നെ നോമ്പ് തുറക്കാനുള്ള കട്ട് ഫ്രൂട്ട്സ്, അതുപോലെ ചെറിയ ചെറിയ സ്നാക്സ് കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റായി. ഇത് നമ്മൾ ഈ പറയുന്നതിനിടയ്ക്ക് തന്നെ അടുത്ത ടീമും വന്നു. അപ്പം ഏകദേശം ടൈം ആയി തുടങ്ങി. ഒരു 6:20 ആ ഒരു ടൈമിനൊക്കെയാണ് ഇവിടുത്തെ ഇഫ്താർ ടൈമിംഗ് വരുന്നത്. അപ്പം നമ്മൾ കാണുമ്പോൾ, നമ്മൾ വരുമ്പം തന്നെ കണ്ട സൂഫിയാണ് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത്. സൂഫിയാണ് അവർ നമ്മൾ ടീം ഹെഡാണ് സൂഫി. സൂഫി ഇതാ ഇവിടെ നിൽക്കുന്നുണ്ട്, ലിജോ ആയിട്ട് എന്തോ സംസാരിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും അവരുടേതായ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഈ നോമ്പുതുറ പരിപാടിക്ക് വരുന്നത്. പിന്നെ കുറേ പുതിയ സ്റ്റാഫുകളുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് മീറ്റപ്പ് ആവാനും കാണാനും വേണ്ടി, നമ്മളെ സ്റ്റാഫുകളൊക്കെ പല ഭാഗത്തായിരുന്നു വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് കാണാനും വേണ്ടിയിട്ടൊക്കെ ആയിട്ട് എല്ലാവരും ഒന്ന് മീറ്റപ്പ് ആകുന്ന ഒരു സമയമാണ് ഇപ്പം. ഇതൊക്കെ നമ്മുടെ ഉഗാണ്ടൻ സ്റ്റാഫുകൾ. നമ്മുടെ കമ്പനിയിൽ തന്നെ പല കൺട്രീസുള്ള ആൾക്കാരുണ്ട്. അപ്പം പല ആൾക്കാർ അവരുടേതായ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടാണ് വന്നത് പരിപാടിക്ക്. അപ്പം ഓൾമോസ്റ്റ് ഇത് നോമ്പ് തുറക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പം അവരെ ഹോട്ടൽസ് ആൾക്കാരെല്ലാം സർവിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഏകദേശം ടൈം ആയിട്ടുണ്ട്. അപ്പം നമ്മൾ നോമ്പ് തുറക്കാനുള്ള ഇതിലേക്ക് എത്തി. എല്ലാവരും സെറ്റായി. കുറേ ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അത് ഓൾറെഡി വാങ്ങോ കൊടുത്തു. നമ്മളിത് എല്ലാ സാധനവും ഉണ്ട്. ഉണ്ണിയപ്പം എല്ലാ സെറ്റപ്പും ഉണ്ട്. ഫ്രൂട്ട്സും കട്ട് ഫ്രൂട്ട്സും പിന്നെ ജ്യൂസും. പിന്നെ രാജേട്ടൻ എന്താ അവിടെ സ്റ്റാൻഡായിട്ട് നിൽക്കുന്നുണ്ട്. വീഡിയോയിൽ വരാൻ രാജേട്ടനെ കിട്ടില്ല, ഏറ്റവും ഒളിച്ച് മാറി നിൽക്കും. പിന്നെ ഞാൻ പിടിക്കപ്പെട്ടു രാജേട്ടനെ. പിന്നെ നിപുണ അവിടെ സിസ്റ്റമൊക്കെ ടി വിയിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് എല്ലാവരും മീറ്റപ്പ് സംസാരമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇനി അതിൻ്റെ ഒരു പരിപാടിയാണ്. കുറച്ച് ടൈം എടുത്തു പരിപാടി. അത് കഴിഞ്ഞവരെല്ലാം കഴിഞ്ഞു, രാത്രിയായി. അപ്പോൾ നമ്മൾ ഇനി നമ്മളെ ഫുഡ് അടിക്കുന്ന പരിപാടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ ലിജയൊക്കെ റെഡിയായി. വിവേക് എല്ലാവരും ഫുഡ് കഴിക്കാനുള്ളൊരു പരിപാടിയാണ്. ഒരു ടീമൊക്കെ കഴിച്ച് തുടങ്ങി കേട്ടോ. പിന്നെ ബുഫേനെ കൊണ്ട് പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള എടുക്കുക, കഴിക്കുക. അപ്പം ആ ഒരു പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ എല്ലാവരും ഫുഡ് കഴിക്കലും പരിപാടിയൊക്കെ ആയിട്ട് പിന്നെ എല്ലാവരും കഥ പറച്ചിലും കാര്യമായിട്ട് പോകുന്നു. പിന്നെ ലിജോ ബീഫും അപ്പുമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഹാപ്പി ആയിട്ട് ഫുഡ് കഴിയലാണ്. അപ്പം നമ്മൾ അതിനിടയ്ക്ക് എല്ലാവരും അടുത്ത് ഒന്ന് പോയി ഒന്ന് വീഡിയോ ഒക്കെ എടുത്തു റൗണ്ട് അടിക്കുന്നുണ്ട്. ഒരു ടീം കഥ പറഞ്ഞ് ഒരുപാട് ടൈം എടുത്തിട്ടോ. രാത്രി ഏകദേശം ഒരു 11 മണിയൊക്കെ ആയി കഴിയുമ്പോൾ. അപ്പോൾ പിന്നെ നമ്മളിതാ കഴിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ കഥയൊക്കെ പറഞ്ഞു. പിന്നെ എല്ലാവരും പെട്ടെന്നുള്ളൊരു പോക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഫ്താർ പാർട്ടി വീഡിയോ. ഓക്കെ, ബൈ.